التمسك بالأثر نجاه. 57-ാമത്തെ ചോദ്യം, മാ ഖവാത്തിമു സൂറത്തിൽ ബഖറ അല്ലത്തി യുസ്തഹബ്ബു അൻ യഖറഅഹൽ മുസ്ലിമു കുല്ല ലൈല. എല്ലാ രാത്രിയിലും ഓരോ മുസ്ലിമും പാരായണം ചെയ്യൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗം അത് ഏതാണ്, ഏതൊക്കെ ആയത്തുകളാണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അതിനുത്തരം ഇവിടെ കൊടുക്കുന്നത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത് 285, 286 ആയത്തുകളാണ് ഇവിടെ ഉത്തരമായിട്ട് കൊടുക്കുന്നത്. ഈ 2 ആയത്തുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് ശ്രേഷ്ഠതകൾ, ഹദീസുകൾ പഠിപ്പിക്കപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകിച്ചും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പതിവായി ചൊല്ലാൻ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കപ്പെട്ട 2 ആയത്തുകളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ഖറഅ ബിൽ ആയത്തൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറത്തി ഫീ ലൈലത്തിൻ കഫത. ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ രാത്രി പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവന് ആ 2 ആയത്തുകൾ മതിയാകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൂറത്തിൻ്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന ധാരാളം ഹദീസുകൾ വേറെയുമുണ്ട്. അതിൽപ്പെട്ട ഒരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിയുടെ കൂടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ശബ്ദം കേട്ടിട്ട്, ആകാശത്തൊരു ശബ്ദം കേട്ടിട്ട് മുകളിലേക്ക് നോക്കുക. എന്നിട്ട് പറയുകയാണ്, ഒരു ആകാശത്തൊരു വാതിൽ ഇതാ തുറക്കപ്പെട്ടിട്ടുണ്ട്. ഈ വാതിൽ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരേക്കും ഒരു ദിവസം പോലും ഒരിക്കലും തുറക്കപ്പെട്ടിട്ടില്ലാത്തൊരു വാതിൽ ഇപ്പോൾ ഇതാ തുറക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നും ഒരു മലക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ മലക്കാണെങ്കിൽ ഇതുവരേക്കും ഈ ഭൂമിയിലേക്ക് ഒരിക്കൽ പോലും ഇറങ്ങി വന്നിട്ടേയില്ല. എന്നിട്ട് ഈ മലക്ക് ഇറങ്ങി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ, അബ്ശിർ ബിനൂറൈനി ഊതീതഹുമാ ലം യുഅതഹുമാ നബിയ്യുൻ ഖബ്ലക്. റസൂലേ, താങ്കൾക്ക് മുമ്പുള്ള ഒരു നബിക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത 2 പ്രകാശങ്ങൾ അതുകൊണ്ട് താങ്കൾ സന്തോഷിച്ചു കൊള്ളുക. പക്ഷെ താങ്കൾക്ക് മാത്രമായി പ്രത്യേകം 2 പ്രകാശങ്ങൾ ഇതാ നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിതാ വന്നിരിക്കുന്നത് എന്ന് ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക. അതിലൊന്നാമത്തത് ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തത് വഖവാത്തിമി സൂറത്തിൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഈ 2 ആയത്തുകൾ. ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉഅതീത. താങ്കൾ ഇതിൽ നിന്നൊരു ഹർഫ് പോലും പാരായണം ചെയ്യുന്നില്ല, താങ്കൾക്ക് അതിലൂടെ എന്താണോ താങ്കൾ ചോദിക്കുന്നത് അത് നൽകപ്പെട്ടിട്ടല്ലാതെ. എന്നുവെച്ചാൽ സൂറത്തുൽ ഫാത്തിഹയിൽ ഉള്ള പ്രാർത്ഥന ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അത് നമ്മൾ എപ്പോഴൊക്കെയും താങ്കൾ ഇത് പ്രാർത്ഥിക്കുന്നുണ്ടോ അപ്പോഴൊക്കെയും ആ പ്രാർത്ഥന താങ്കൾക്ക് നൽകപ്പെടുന്നുണ്ട്, ഉത്തരം നൽകപ്പെടുന്നുണ്ട്. അതേപോലെ ഈ ഒരു 2 ആയത്തുകളും ധാരാളം പ്രാർത്ഥനകൾ കടന്നു വരുന്നുണ്ട്. ആ പ്രാർത്ഥനകളും താങ്കൾക്ക് ഇതെപ്പോഴൊക്കെ പാരായണം ചെയ്യുന്നുവോ അപ്പോഴൊക്കെയും അതിന് ഉത്തരം നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ആ മലക്ക് പറയും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഹദീസിൽ പറഞ്ഞതായി കാണാം, എനിക്ക് ഉഅതീതു ഖവാതീമ സൂറത്തിൽ ബഖറ മിൻ ബൈത്തി കൻസിൻ മിൻ തഹ്തിൽ അർഷ്. അർഷിൻ്റെ താഴെയുള്ള ഒരു കൻസ് എന്ന് പറയുന്നത് ഖജനാവ് അല്ലെങ്കിൽ ഒരു ട്രഷർ, അങ്ങനത്തെ ഒരു വലിയൊരു ട്രഷർ പോലത്തെ ഒരു വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്നാണ് എനിക്ക് ഈ ഒരു സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗം നൽകപ്പെട്ടത്. ചില അവിടെ നിന്നാണ് ഇത് ഇറക്കി കൊണ്ടുവന്ന് തന്നത്. ലം യുഅതഹുന്ന നബിയ്യുൻ ഖബ്ലി. എനിക്ക് മുമ്പുള്ളൊരു നബിയും ഈ ഒരു 2 ആയത്തുകൾ അവർക്കൊരാൾക്കും നൽകപ്പെട്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. ഇതുപോലെ വേറെയും ഈ ഒരു 2 ആയത്തുകളെ ശ്രേഷ്ഠത അറിയിക്കുന്ന വേറെയും ഹദീസുകൾ ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന, നാം ഓരോരുത്തരും കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം ശ്രദ്ധിക്കേണ്ട, ഇനി അതിന് സാധിക്കില്ലെങ്കിൽ നോക്കിയിട്ടെങ്കിലും എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ്
കൃത്യമായി ചൊല്ലാൻ ശീലിക്കേണ്ട 2 ആയത്തുകളാണ് ഈ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ. ഈ ആയത്തുകൾ ഇറങ്ങുന്നതിന് പശ്ചാത്തലമുണ്ട്. നമുക്ക് ഈ ആയത്ത് ശരിക്കും പൂർണ്ണമായി വിശദമായി വിശദീകരിക്കുകയല്ല, മറിച്ച് അതിൻ്റെ ചെറിയ രൂപത്തിലൊരു ആശയം മനസ്സിലാക്കുക എന്നുള്ളത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വളരെ സഹായകരമായൊരു കാര്യം. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. അതായത് ഈ 2 ആയത്തുകൾക്ക് മുകളിൽ അതേ പേജിൽ തന്നെ മുസ്ഹഫിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എന്ത്? മറ്റൊരായത്ത് അള്ളാഹു സുബ്ഹാനഹു ആദ്യം അവതരിപ്പിക്കുക. വൈൻ തുബ്ദു മാഫി അൻഫുസിക്കും ഔ തുഖ്ഫൂഹു യുഹാസിബുക്കും ബിഹില്ലാ. അള്ളാഹു ആദ്യം ഈ 2 ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ആയത്താണ് ആദ്യം അവതരിപ്പിക്കുന്നത്. വൈൻ തുബ്ദു മാഫി അൻഫുസിക്കും, നിങ്ങളുടെ മനസ്സുകളിലുള്ളത് നിങ്ങൾ വെളിവാക്കിയാലും, ഔ തുഖ്ഫൂഹു, നിങ്ങളത് ഒളിപ്പിച്ചു വെച്ചാലും, യുഹാസിബുക്കും ബിഹില്ലാ, അള്ളാഹു അതിൻ്റെ വിഷയത്തിൽ നിങ്ങളോട് വിചാരണ ചെയ്യും എന്നാണ് ആദ്യം അള്ളാഹു ആയത്തിറക്കുന്നത്, നിയമമാക്കുന്നത്. അങ്ങനെ അപ്പോൾ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതോടുകൂടെ സ്വഹാബത്ത് ഒന്നടങ്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് മസ്ജിദിലേക്ക് വരികയാണ്. എന്നിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ മുട്ടുകുത്തിയിരിക്കുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് കാര്യങ്ങൾ നിയമമാക്കിയിട്ടുണ്ട്. നിസ്കാരം, നോമ്പ്, അങ്ങനെ ഓരോരോ വിഷയങ്ങൾ ഞങ്ങൾക്ക് നിയമമാക്കിയിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് പ്രാക്ടിക്കലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. സ്വഹാബത്ത് പറയണം, അതെല്ലാം ഞങ്ങൾക്ക് പ്രാക്ടിക്കലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലെ, ഇപ്പോൾ നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ആയത്ത് ഇതൊരിക്കലും ഞങ്ങൾക്ക് പൂർണ്ണമായി പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ല റസൂലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് പറയാം. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും അതൊക്കെ റബ്ബിൻ്റെ അടുക്കൽ വിചാരണ ചെയ്യപ്പെടുന്നൊരവസ്ഥയിലേക്ക് ആയിപ്പോകുകയാണെങ്കിൽ നമ്മളിൽ ആരാണ് നശിക്കാതെ ബാക്കിയുണ്ടാവുക? അല്ലേ? അത്രമാത്രം മോശപ്പെട്ട ചിന്തകൾ നമ്മുടെ മനസ്സുകളിൽ പലപ്പോഴും കടന്നു വരും. നമ്മളത് പ്രവർത്തിക്കുക, അതിനനുസരിച്ച് സംസാരിക്കുക ഒന്നും ചെയ്യാറില്ല, അത് വേറെ വിഷയം. പക്ഷേ നമ്മുടെ മനസ്സുകളിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അങ്ങേയറ്റം മ്ലേച്ഛകരമായ വൃത്തികെട്ട പല ചിന്തകളും നമ്മൾ പലപ്പോഴും ചിന്തിക്കുക പോലും ചെയ്യാതെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. അതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ വിചാരണ ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ ആരാണ് നശിക്കാതെ ബാക്കിയുണ്ടാവുക? ഈ ഒരു തിരിച്ചറിവ് കൊണ്ടാണ് സ്വഹാബത്ത് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾക്കിതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല റസൂലെ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ശക്തമായിട്ട് ആക്ഷേപിക്കുക. നിങ്ങൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ അഹ്ലു കിതാബുകാർ അവർ പ്രതികരിച്ചതുപോലെ നിങ്ങൾ പ്രതികരിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറഞ്ഞിരുന്നത്? സമിഅന വ അസൈന, ഞങ്ങൾ കേട്ടു, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾക്കത് അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങളിത് അനുസരിക്കൂല എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെയാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കാം. അതുപോലെ നിങ്ങൾ പറയരുത്, മറിച്ച് നിങ്ങൾ പറയേണ്ടത് സമിഅന വ അത്അന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങളിത് അനുസരിച്ചിരിക്കും. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളോടും ഒരു മുസ്ലിമിൻ്റെ നിലപാട് ഇങ്ങനെയായിരിക്കണം. അത് അവനിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, അവനത് സൗകര്യപ്പെട്ടാലും സൗകര്യപ്പെട്ടില്ലെങ്കിലൊക്കെ അങ്ങനെ തന്നെ. അള്ളാഹു ഒരു കാര്യം നിയമമാക്കി നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ദീനായി പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ആ കാര്യം കേട്ടു, അനുസരിച്ചു, ഇത്രയൊരു മുസ്ലിമിൻ്റെ നിലപാടുണ്ടാവാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബത്തിന് അത് വളരെ മനസ്സിൽ അങ്ങേയറ്റം പ്രയാസമുണ്ടായിരുന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അവരാ ഒരു വാക്ക് ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. സമിഅന വഅതഅന, സമിഅന വഅതഅന എന്നിങ്ങനെ ആവർത്തിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുക? അടുത്ത ആയത്തിറക്കാണ്. ഈ 2 ആയത്തുകൾ തന്നെ പെട്ട ഒരായത്ത് നമ്മൾ പറയുന്നുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഓരോ നഫ്സിനും അള്ളാഹു അതിന് സാധിക്കാത്തൊരു കാര്യം കേൾപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ ആയത്ത് അവതരിപ്പിച്ചിട്ട് ആ നേരത്തെയുള്ള ആ നിയമം അതിനെടുത്ത് കളയുക.
നെസ്ഖ് ചെയ്യാന്ന് പറയും. അപ്പം അതോടുകൂടി ആ വിധി എന്ത് ചെയ്തു? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളഞ്ഞു. വെച്ചാൽ ആ ഒരു വിധിക്കനുസരിച്ച് ഇനി എന്ത് ചെയ്യില്ല, ആ ഒരു രൂപത്തിൽ നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളും ഇനി അത് വിചാരണ ചെയ്യപ്പെടുകയില്ല. ആ ഒരു നിയമത്തെ അള്ളാഹു എടുത്തു കളഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഈ ഒരു 2 ആയത്തുകൾ അവതരിപ്പിക്കപ്പെടാനുള്ള പശ്ചാത്തലം ഇതാണ്. ഇനി ഒരു ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. ആമന റസൂലു, റസൂല് വിശ്വസിച്ചിരിക്കുന്നു, ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, അദ്ദേഹത്തിൻ്റെ റബ്ബിങ്കൽ നിന്ന് അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ടതിൽ റസൂല് വിശ്വസിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ ഇറങ്ങിയ ഈ ആയത്തിനെ പറ്റിയിട്ടാണ് ഉദ്ദേശം. ഈ ഇറങ്ങിയ ആയത്തുണ്ടല്ലോ, അള്ളാഹു ഇങ്ങനെയാണ് വിചാരണ ചെയ്യുക എന്ന് പറഞ്ഞ വിഷയം, അതിൽ റസൂല് വിശ്വസിച്ചിരിക്കുന്നു എന്ന വൽ മുഅ്മിനൂൻ, മുഅ്മിനുകളും വിശ്വസിച്ചിരിക്കുന്നു. പക്ഷെ അവരത് മനസ്സുകൊണ്ട് അതിനെ തൃപ്തിപ്പെട്ട് നാവ് കൊണ്ടത് പ്രഖ്യാപിച്ച് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ അതിനെ അംഗീകരിച്ച് അതിനെ അതുകൊണ്ട് തൃപ്തിപ്പെട്ട് അതിനെ ദീനായി അംഗീകരിച്ച് അവരെന്ത് ചെയ്യാൻ, അത് മനസ്സുകൊണ്ട് സ്വീകരിച്ചു. അപ്പം അതിനെ അള്ളാഹു എന്ത് പുകഴ്ത്തി പറയാണ്. റസൂലും മുഅ്മിനുകളും സ്വഹാബത്തും എന്ത് ചെയ്തു? അതിൽ അള്ളാഹു അവതരിപ്പിച്ചതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പുകഴ്ത്തി പറയാം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലി. ഇവരെല്ലാവരും, ഈ റസൂലും സ്വഹാബത്തും അള്ളാഹുലും അവൻ്റെ മലക്കുകളിലും കിതാബുകളിലും റസൂലുമാരിലും വിശ്വസിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ ഈ ഈമാൻ കാര്യങ്ങൾക്ക് വിശ്വസിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ഈ ഒരു അള്ളാഹുവിൻ്റെ വിധിവിലക്ക്, ഈ ഒരു കൽപ്പനയിൽ അള്ളാഹു അവതരിപ്പിച്ച ഈ നിയമത്തിൽ വിശ്വസിക്കാനും അവർക്ക് സാധിച്ചു. അതവർക്ക് എളുപ്പമായി. എന്നിട്ട് അള്ളാഹു പറയണ്, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. അള്ളാഹു പറയണെന്ത്? റസൂലുമാർക്കിടയിൽ നമ്മൾ ഒരു വേർതിരിവും കാണിക്കുകയില്ല. അതൊരു മുസ്ലിമിൻ്റെ മാത്രം ഒരു പ്രത്യേകത അല്ലേ. മറ്റുള്ള ഒരുപാട് മതസ്ഥരുണ്ട്, കിതാബിൻ്റെ വേദക്കാരുണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരിക്കലും പറയാൻ പറ്റാത്തൊരു ക്വാളിറ്റിയാണ്, ഒരു പ്രത്യേകതയാണ്, ഒരു മുസ്ലിമിന് മാത്രം പറയാൻ പറ്റുന്നൊരു ക്വാളിറ്റിയാണ് റസൂലുമാർക്കിടയിൽ വേർതിരിവ് കാണിക്കുകയില്ല എന്നത്. എല്ലാ വിഭാഗക്കാരും അവർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ആളായി അവർ കണക്കാക്കുന്ന റസൂലിനെ അല്ലാതെ ബാക്കിയുള്ള റസൂലുമാരവരെന്ത് ചെയ്യാറില്ല, അംഗീകരിക്കാറില്ല, അവരിൽ വിശ്വസിക്കാറില്ല. ഉദാഹരണത്തിന് ജൂതന്മാർ, അവർ മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ചു എന്ന് വാദിക്കുമെങ്കിൽ പോലും അവർ ഈസ അലൈഹിസ്സലാമിൽ വിശ്വസിക്കുന്നില്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുന്നില്ല. അതേപോലെ നസാറാക്കൾ, അവർ ഈസ അലൈഹിസ്സലാമിൽ വിശ്വസിക്കുന്നുണ്ട് എന്നവർ വാദിക്കുന്നുണ്ടെങ്കിൽ പോലും അവരൊരിക്കലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ മാത്രം പ്രത്യേകതയാണെന്ത്? എല്ലാ നബിമാരിലും വിശ്വസിക്കാം. മുസ്ലിമീങ്ങളും മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിക്കുന്നുണ്ട്, ഈസ അലൈഹിസ്സലാമിൽ വിശ്വസിക്കുന്നുണ്ട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്നുണ്ട്. മറ്റെല്ലാ നബിമാരിലും ഇബ്രാഹിം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, എല്ലാ നബിമാരിലും വിശ്വസിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും റസൂലുമാർക്കിടയിൽ വേർതിരിവ് കാണിക്കുക, വിവേചനം കാണിക്കുക എന്നുള്ളത് അവരുടെ രീതിയല്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, വഖാലു സമിഅന വ അതഅന. അവരെന്തു പറഞ്ഞു? സമിഅന വ അതഅന എന്ന് പറഞ്ഞു. പക്ഷെ നേരത്തെ പറഞ്ഞ ആ ഒരു നിലപാട്, അള്ളാഹു അത്രയും പ്രയാസമുള്ളൊരു കാര്യം ദീനായി നിശ്ചയിച്ചപ്പോഴും അവരതിനോട് പ്രതികരിക്കുന്നത് ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, ഞങ്ങളിത് അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന രൂപത്തിലാണ് അവർ പ്രതികരിച്ചത്. അവരെന്തും പറഞ്ഞു, ഗുഫ്റാനക റബ്ബന, ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ, നിൻ്റെ പക്കൽ നിന്നുള്ള മഗ്ഫിറത്ത്, പാപമോചനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വ ഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം. അപ്പം ഈ രൂപത്തിലാണ് ഇവർ പ്രതികരിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അള്ളാഹു അടുത്ത ആയത്തിൽ അവർക്കുള്ള ഇളവ് അവതരിപ്പിക്കുകയാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹാ. ഒരു നഫ്സിനും
അതിനെ സാധിക്കാത്തൊരു കാര്യം അള്ളാഹു ദീനായി നിശ്ചയിച്ചു കൊടുക്കുകയില്ല, ഏൽപ്പിക്കുകയില്ല. ലഹാ മാ കസബത് വ അലൈഹാ മക്തസബത്. അതെന്താണോ സമ്പാദിച്ചത് അതുണ്ട്. വ അലൈഹാ മക്തസബത്ത് വെച്ചാൽ നന്മയാണെങ്കിൽ തിന്മയാണെങ്കിലും അത് സമ്പാദിച്ചത് മാത്രമേ അതിനുള്ളൂ. എന്ന് വെച്ചാൽ മനസ്സിൽ എന്തെങ്കിലും ചിന്ത കടന്നു വന്നാൽ അത് നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരനാവുകയില്ല. നമ്മുടെ മനസ്സിലൊരു ചിന്ത കടന്നു വരികയും ആ ചിന്തയ്ക്കനുസരിച്ച് നമ്മൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോഴാണ് എന്താവുക, നമ്മൾ ആ ചിന്തയ്ക്ക് അടിസ്ഥാനത്തിൽ വിചാരണ ചെയ്യപ്പെടുക. അതല്ലാതെ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ശൈത്താന്മാർ ഒരുപാട് തെറ്റായ ചിന്തകൾ ഇട്ട് തന്നുകൊണ്ടേയിരിക്കും. അതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നതല്ല, നമ്മളെ ബാധിക്കുന്ന, നമ്മളതിനെ സംബന്ധിച്ച് വിചാരണ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഈ ദീനിലില്ല. ആ ഒരു നിയമത്തെ അള്ളാഹു എടുത്തു കളയാം. എന്നിട്ട് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനകൾ. വിശ്വാസിനോട് പറഞ്ഞില്ലേ, ഇതിൽ എന്ത് ചോദിച്ചാലും അത് നിനക്ക് ഉത്തരം നൽകപ്പെടുന്ന ആ മലക്ക് വന്ന് പറയുന്നത് ഈ പ്രാർത്ഥനകളെ സംബന്ധിച്ചാണ്. എന്താണ്? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തുആഖിദ്ന, ഞങ്ങളെ നീ പിടികൂടരുതേ, ഇൻ നസീന ഔ അഖ്തഅന, ഞങ്ങൾ മറന്നുകൊണ്ടോ അബദ്ധത്തിലോ എന്തെങ്കിലും ഒരു തിന്മകൾ ചെയ്തു പോയാൽ റബ്ബേ നീ ഞങ്ങളെ പിടികൂടരുതേ. എന്താണ് ആദ്യത്തെ ചോദ്യം? എന്ന് വെച്ചാൽ മറവി കൊണ്ട് അല്ലെങ്കിൽ അബദ്ധത്തിൽ നമുക്കൊരു തിന്മ പറ്റിപ്പോയൊരു അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെന്തുണ്ടാവുകയില്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുകയില്ല. ഇപ്പം ഏതുപോലെ ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ നിസ്കരിക്കാൻ അലാറമൊക്കെ വെച്ച് കിടന്നുറങ്ങിയ ഒരാൾ, അയാൾ ഉറക്കത്തിനിടയിൽ എന്ത് ചെയ്തു അറിയാതെ അയാളുടെ കൈ തട്ടി അലാറം ഓഫായി, നിസ്കാരത്തിൻ്റെ സമയം അയാൾ വിട്ടുപോയി, അയാൾ ഒരുപാട് വൈകിയിട്ടാണ് നിസ്കാരത്തിന് എഴുന്നേൽക്കുന്നതെങ്കിൽ അയാൾക്ക് ആ നിസ്കാരം വൈകിപ്പോയതിൽ കുറ്റം കിട്ടുകയില്ല. അയാൾക്ക് ആ നിസ്കാരം വൈകിപ്പോയതിൽ കുറ്റം കിട്ടും. കാരണം മനഃപൂർവ്വം കരുതിക്കൊണ്ട് അയാൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ലത്. അപ്പോൾ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അബദ്ധത്തിൽ പറ്റുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾക്ക് റബ്ബേ നീ ഞങ്ങളെ പിടികൂടരുത്. ഇതാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. ഈ ഹദീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, സ്വഹാബത്തിൻ്റെ ഈ അവതരണ പശ്ചാത്തലം വിശദീകരിച്ച ഹദീസ്, ആ ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്, ഈ ഓരോ പ്രാർത്ഥനകൾ കഴിയുമ്പോഴും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ എന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ ആ പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഈ സമൂഹത്തിൽ എന്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഒരാൾ മറന്നുകൊണ്ടൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അബദ്ധത്തിലൊരു തിന്മ അയാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ അതിന് കുറ്റക്കാരനാവുകയില്ല. അതേപോലെ തന്നെ പിന്നെ പറയുന്ന പ്രാർത്ഥന, റബ്ബന വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിന, ഞങ്ങളുടെ റബ്ബേ ഞങ്ങളുടെ മേൽ നീ ഏൽപ്പിക്കരുത്, ചുമത്തരുതേ, ഇസ്റൻ ഭാരം, കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലി, ഞങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ നീ ചുമത്തിയതുപോലെ ഞങ്ങളുടെ മേൽ ഒരു ഭാരം നീ ചുമത്തരുതേ. എന്ന് വെച്ചാൽ നമുക്ക് മുൻപ് കഴിഞ്ഞു പോയ ശരീഅത്തുകളിൽ, നബിമാരുടെ സമൂഹങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പ്രയാസകരമായ പല കാര്യങ്ങളും അവരെ ദീനായി ഏൽപ്പിച്ചിട്ടുണ്ടായി. ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഈ കൊഴുപ്പ് കടന്നുകൂടിയിട്ടുള്ള ഇറച്ചി, അതായത് നമ്മൾ മാംസം ഭക്ഷിക്കുമ്പോൾ അത് വീതം വയ്ക്കുമ്പോൾ അതിൻ്റെ പല മാംസത്തിൻ്റെ ഭാഗങ്ങളിലും ആ ഒരു ജീവിയുടെ കൊഴുപ്പും കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഏതെങ്കിലും കൊഴുപ്പുള്ള മാംസങ്ങൾ മുൻപ് കഴിഞ്ഞ സമൂഹങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിരുന്നു. എന്നുവെച്ചാൽ അത്രയും എന്താ പറയുക, ഒരു ഇറച്ചി കഷ്ണത്തിൽ ഈ ഒരു ചെറിയൊരു കൊഴുപ്പുണ്ടെങ്കിൽ ആ ഇറച്ചി കഷ്ണം എന്ത് ചെയ്യാൻ കഴിയില്ല, മുൻപ് കഴിഞ്ഞ സമൂഹങ്ങൾക്ക് കഴിക്കാൻ പാടില്ലാത്തതായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രയാസമുണ്ടാക്കുന്ന, ഉദാഹരണത്തിന് ഒരാൾ കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൽ എന്താ, അയാൾക്കുള്ള ശിക്ഷ അയാളെ തിരിച്ചും പ്രതിക്രിയ ചെയ്യുക, കൊന്നുകളയുക എന്നുള്ളത്.
പക്ഷെ ദീനുൽ ഇസ്ലാമിൽ എന്ത് ഇളവുണ്ട്? ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്ക് ഈ കൊന്നുകളഞ്ഞ വ്യക്തിക്ക് ആ ശിക്ഷ എടുത്തു കളയാൻ, അയാൾക്ക് ആ തിന്മ പുറത്തു കൊടുക്കാനുള്ള അനുവാദം, അധികാരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അത് മുമ്പുള്ള സമൂഹങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. മുൻപുണ്ടായിരുന്ന സമൂഹങ്ങൾക്ക് ആ വിട്ടുകൊടുക്കാൻ, പുറത്തു കൊടുക്കാനുള്ള ആ ഒരു അനുവാദം ഉണ്ടായിരുന്നില്ല. അവിടെ കൊന്നു കഴിഞ്ഞാൽ പ്രതിക്രിയ ചെയ്യുക, ആ കൊന്നവനെയും കൊല്ലുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ധാരാളം വിധിവിലക്കുകളിലുള്ള പ്രയാസം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ദീനിൽ എടുത്തു കളഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്ന റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി, റബ്ബേ ഞങ്ങൾക്ക് സാധിക്കാത്ത കാര്യം ഞങ്ങളെ നീ ഏൽപ്പിക്കരുതേ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് സാധിക്കാത്തൊരു കാര്യം ഈ ദീനിൽ ഏൽപ്പിച്ചിട്ടില്ല. അതിന് ഉദാഹരണമാണ്, ഉദാഹരണത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നിസ്കാരം. നിസ്കാരം 5 നേരം എല്ലാ ദിവസവും നിസ്കരിക്കണം എന്നുള്ളത് പ്രയാസമാകാതിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിന് ഒരുപാട് ഇളവുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റൊരു ഇബാദത്തിലും ഇല്ലാത്തത്രയും ഇളവുകൾ നിസ്കാരത്തിനുണ്ട്. നിൽക്കാൻ സാധിക്കില്ലെങ്കിൽ ഇരിക്കുക, ഇരിക്കാൻ സാധിക്കില്ലെങ്കിൽ കിടക്കുക. അതേപോലെ തന്നെ ഒളു എടുക്കാൻ സാധിക്കില്ലെങ്കിൽ തയമ്മും ചെയ്യുക. 2 നിസ്കാരം ഒരേ വക്തിൽ അതിൻ്റെ കൃത്യമായ സമയത്ത് നിസ്കരിക്കാൻ സാധിക്കില്ലെങ്കിൽ അത് ഏതെങ്കിലും സമയത്തിലേക്ക് ജമാ ചെയ്യുക. അങ്ങനെ എത്രയോ ഇളവുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ദീനുൽ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും പ്രയാസമാകുന്ന ഒരു കാര്യവും ഈ ദീനുൽ ഇസ്ലാമിലില്ല. അള്ളാഹു അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല? ഏൽപ്പിച്ചിട്ടില്ല. എന്നിട്ട് അവസാനം പ്രാർത്ഥിക്കുകയാണ്, വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംന. ഈ വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംന, ഈ 3 കാര്യങ്ങൾ, അഫു, ഗുഫ്റാന്, റഹ്മത്ത്, ഇത് 3ഉം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇത് 3ൻ്റെ അർത്ഥമുണ്ട്. ഇപ്പോൾ ഏതുപോലെ ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, നമ്മൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മളോട് പ്രോത്സാഹിപ്പിച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അവിടെ അഫു വന്നിട്ടുള്ള ആ ഒരൊറ്റൊരു കാര്യം മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? കടന്നു വരുന്നത്. അവിടെ അഫു എന്ന വാക്കിന് ഈ 3 അർത്ഥങ്ങളുണ്ട്. അവിടെ അഫു എന്ന വാക്കിന് ഈ 3 അർത്ഥങ്ങൾ, വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംന, ഈ 3 അർത്ഥങ്ങളും ഉണ്ട്. എന്നുവെച്ചാൽ ഈ ചില വാക്കുകൾ അങ്ങനെയാണ്, അത് ഒരുമിച്ച് വന്നാൽ 3നും വ്യത്യസ്ത അർത്ഥവും, എന്നാൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ 3നും ഒരേ അർത്ഥമായിരിക്കും. അപ്പോൾ ഇവിടെ വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംന കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വഅഫു അന്നാ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിന്മകൾ അത് ശിക്ഷിക്കാതെ, ആ തിന്മകൾക്ക് അല്ലാഹു സുബ്ഹാനഹു ശിക്ഷ നൽകാതെ അത് വിട്ടു നൽകാൻ, അത് പുറത്തു നൽകാൻ, മാപ്പാക്കി നൽകാനാണ് വഅഫു അന്നാ എന്നുള്ള പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു. പറ്റിപ്പോയ തെറ്റിന് ശിക്ഷ നൽകാതിരിക്കുക. വഗ്ഫിർ ലനാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതോ ആ തെറ്റുകൾ മറച്ചു വയ്ക്കുക, ആ തെറ്റുകൾ മറച്ചു വയ്ക്കുക. അതായത് നമുക്കറിയാം, നമുക്ക് ഈ ദുനിയാവിലുള്ള ജീവിതം അത് സുഖകരമായി മുന്നോട്ട് പോകാൻ ഏറ്റവും വലിയ കാരണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ അള്ളാഹു നമുക്ക് മറച്ചു തന്നിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് നമുക്ക് പരസ്പരം ഇടപഴകാനും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റ് കാര്യങ്ങളൊക്കെ നിർവഹിക്കാനും ഒക്കെ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം തിന്മകൾ രഹസ്യ ജീവിതത്തിൽ പറ്റിയിട്ടും നമുക്കതിനൊക്കെ സാധിക്കുന്നൊരവസ്ഥ റബ്ബ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ കാരണം തിന്മകൾ അള്ളാഹു മറച്ചു വെച്ചു എന്നുള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഖിയാമത്ത് നാളിലും ഈ മറ വേണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ വഷളാക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ്റെ തിന്മകൾ പരസ്യമായിട്ടാണ് വിചാരണ ചെയ്യുക. എല്ലാ ആളുകളും വലിയ തിന്മകളൊക്കെ അറിയും. ഇവന് ഒളിഞ്ഞും രഹസ്യമായിട്ടും ഒറ്റയ്ക്കൊക്കെ ചെയ്ത വൃത്തികേടുകളൊക്കെ എല്ലാ മനുഷ്യ ജിന്ന് വർഗങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇവൻ്റെ തിന്മകളൊക്കെ കാണും. അങ്ങനെ ഇല്ലാത്തൊരു മോശം അവസ്ഥ വരാതിരിക്കാനുള്ള ചോദ്യമാണ്, തേട്ടമാണ് വഗ്ഫിർ ലനാ.
പിന്നെ പറയുന്നത് വർഹംന. വർഹംന പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇനിയുള്ള, നമ്മൾ കഴിഞ്ഞത് കഴിഞ്ഞു, പക്ഷെ ഇനിയുള്ള ജീവിതത്തിൽ അത്തരം തെറ്റുകൾ പറ്റാതെ ജീവിതത്തിൽ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള റബ്ബിൻ്റെ സഹായം. ഇതാണ് ഇത് ഒറ്റയ്ക്ക് ഒരുമിച്ച് വരുമ്പോൾ ഇതിന് മൂന്നിനുമുള്ള വ്യത്യസ്ത അർത്ഥങ്ങൾ ഇതാണ്. ഇനി ഇതല്ലാതെ ഇത് ഒരുമിച്ച് ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് ഇതിന് മൂന്നിൻ്റെ അർത്ഥമുണ്ട്. എന്നുവെച്ചാൽ അല്ലാഹും മഗ്ഫിർലി അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു വാക്കേ ഉള്ളൂ എങ്കിലും ഈ മൂന്നർത്ഥങ്ങളും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയണം അൻത മൗലാന ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. റബ്ബെ, നീ ഞങ്ങളുടെ ഏറ്റവും അടുത്തവനാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളവനാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, നിന്നിൽ അവിശ്വസിച്ചിട്ടുള്ള ജനത, അവർക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണമേ. സഹായിക്കുക എന്ന് പറയുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ യുദ്ധങ്ങളിലും മറ്റുമൊക്കെയുള്ള സഹായം, അതല്ലാതെ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈമാനികപരമായിട്ടുള്ള കരുത്ത് കൊണ്ടും നമ്മുടെ വിശ്വാസത്തിലുള്ള ദൃഢത കൊണ്ടും ഒക്കെ നമുക്ക് അവർക്കെതിരിൽ സഹായം അങ്ങേയറ്റം വേണ്ടൊരു കാലഘട്ടമാണ്. കാരണം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, ഇസ്ലാമിലെ പ്രവേശിക്കുന്ന ആളുകളുടെ എണ്ണപ്പെരുപ്പം അവർക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഓരോ ആളുകൾ ഇസ്ലാമിലേക്ക് കൂടുതൽ കടന്നു വരുന്നത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് തടയിടാനും മുസ്ലിമീങ്ങൾക്കിടയിൽ സംശയം വരുത്തി തീർക്കാനുമൊക്കെ അവരെ കൊണ്ടാകുന്ന രൂപത്തിലൊക്കെ അവർ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം റബ്ബിൻ്റെ സഹായം ലഭിച്ചുകൊണ്ട് നമുക്ക് അതിൽ നിന്നും പെട്ടുപോകാതെ രക്ഷപ്പെടാൻ, മുന്നേറാൻ റബ്ബ് സുബ്ഹാനഹു സഹായം തേടുകയാണ്. അപ്പോൾ ഇതാണ് ഈ 2 ആയത്തുകളുടെ ഒരു ചുരുക്കം. ഇത് വിശദീകരിച്ച് പറയാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. വളരെ ചുരുക്കത്തിൽ അതിൻ്റെ ആശയം പരമാവധി ചോർന്നു പോവാത്ത രൂപത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ 2 ആയത്തുകൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ 2 ആയത്തുകൾ ചൊല്ലാൻ പതിവാക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ആയത്തുകൾ എപ്പോഴും ചൊല്ലുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതിന് ലക്ഷ്യമാണ് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തത്. എന്തുകൊണ്ടാണ് ഈ ആയത്ത് ഇങ്ങനെ എപ്പോഴും ഈ 2 ആയത്തുകൾ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഏറ്റവും വലിയ കാരണം, നമ്മൾ ഈ സ്വഹാബത്തിൻ്റെ നിലപാടിലേക്ക്, ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക്, നമ്മൾ ആ ഒരു നല്ല മികച്ച അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച, അവൻ നിയമമാക്കി ഏതൊരു കാര്യം നമ്മളിലേക്ക് വന്നെത്തിയാലും നമ്മൾക്ക് ഈ സ്വഹാബത്ത് ഈ ആയത്ത് അവതരിച്ചപ്പോൾ എങ്ങനെ പ്രതികരിച്ചോ അതേപോലെ പ്രതികരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കണം. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് എന്ത് ഈ ഒരു സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എത്രമാത്രം കാരുണ്യവാനാണ്. ഈ ദീൻ എത്രമാത്രം അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട്. മറ്റുള്ള നമ്മുടെ ആലോചിച്ചൊക്കെ, അള്ളാഹു നമ്മുടെ റബ്ബാണ്, നമ്മൾ അവൻ്റെ അടിമകളാണ്. അവൻ എത്ര പ്രയാസമുള്ള നിയമം ഈ നമുക്ക് ദീനായി നിശ്ചയിച്ചാൽ പോലും നമുക്കത് ചോദ്യം ചെയ്യാനോ എന്തെത്ര പ്രയാസമുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എതിർക്കാനോ ഒന്നും നമുക്ക് യാതൊരു അവകാശമില്ല. നമ്മൾ അവൻ്റെ അടിമകൾ മാത്രം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൽപ്പനകൾ പൂർണ്ണമായും അംഗീകരിക്കുകയും തൃപ്തിപ്പെടുകയും നമ്മളത് പാലിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യത ഒരു മുസ്ലിം എന്ന നിലയ്ക്ക്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ കരുണയെന്ന റഹ്മത്തിൻ്റെ അപാരമായ വിശാലത കാരണത്താൽ നമ്മൾക്ക് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് ഒരുപാട് വിധിവിലക്കുകളും ഒരുപാട് അതിൻ്റെ വിശദാംശങ്ങളിലും ധാരാളം എളുപ്പങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് എളുപ്പങ്ങൾ. അത് ദീനെ കൂടുതൽ ആഴത്തിൽ പഠിക്കുന്ന ആളുകൾക്ക് ആ ഒരു എളുപ്പങ്ങൾ കൂടുതൽ മനസ്സിലാവും. അത്രയധികം എളുപ്പങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത്രമാത്രം എളുപ്പങ്ങൾ നിശ്ചയിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്
നമുക്ക് ഇഷ്ടം തോന്നാനും അതേപോലെ തന്നെ ഈ ദീനുൽ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ അത് എനിക്കെൻ്റെ ജീവിതത്തിൽ കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യങ്ങളാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ലഭിക്കാനൊക്കെ ഈ ഒരു ആയത്ത് നമ്മളെല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യുന്നത് പതിവാക്കുന്നത് വളരെയധികം സഹായിക്കും, ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യട്ടെ നമുക്കെല്ലാവർക്കും ഈ 2 ആയത്തുകൾ അത് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ സന്ദർഭം തിരിച്ചറിഞ്ഞ് ആ ഒരു ബോധ്യത്തോടു കൂടെ തന്നെ അതിലെ പ്രാർത്ഥനകളായി തന്നെ ചൊല്ലി അള്ളാഹു സുബ്ഹാനഹു വതആല ഈ 2 ആയത്തുകൾ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന ആളുകളായി തീരാൻ റബ്ബ് സുബ്ഹാനഹു വതആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ.